Dear friends, once again welcome back to Law Lecture series. Law lectures continue. Today's topic is remedies for breach of contract. കരാർ ലംഘനത്തിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? When there is breach of contract, aggrieved party can take some remedies. ചില പരിഹാര മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. First of all, rescission of the contract. കരാർ ലംഘനം നടന്നു കഴിഞ്ഞാൽ ഒരു പരിഹാര മാർഗമാണ് റെസിഷൻ. ഇതൊരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പരിഹാര മാർഗമാണ്. ഒരു പാർട്ടി കരാർ ലംഘിച്ചു കഴിഞ്ഞാൽ അതർ പാർട്ടി അദ്ദേഹത്തിൻ്റെ ബാധ്യതകളിൽ നിന്നൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഒഴിവാകുന്നു. ആ ഒരു അവസ്ഥയാണ് റെസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. When there is breach of contract by one party, the other party can resign the contract and he is free from all obligations under the contract. എ ബിക്ക് ഒക്ടോബർ 1-ാം തീയതിയേക്ക് ഒരു 10 ബാഗ് റൈസ് 10 bags ഓഫ് റൈസ് എത്തിച്ചു കൊടുക്കാമെന്നുള്ള ഒരു കരാർ. അതിനൊരു 10,000 rupees തരാമെന്നും കരാറുണ്ടാക്കി. അങ്ങനെ എ കരാറിൽ നിന്നും പിന്മാറി. നമ്മൾ നേരത്തെ ധാരണയായിട്ടുള്ള ആ ഒരു കമ്മോഡിറ്റീസ് എത്തിക്കാനുള്ള പ്രയാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കരാറിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബിയും തൻ്റെ ബാധ്യതയിൽ നിന്നും ഒഴിവാകുന്നു. ഇനി 10,000 rupees കൊടുക്കണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബാധ്യതയിൽ നിന്നും ബി ഒഴിവാകുന്ന ആ ഒരു അവസ്ഥക്കാണ് റെസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു പരിഹാര മാർഗ്ഗമാണ്, ഒരു ഓട്ടോമാറ്റിക്കായിട്ടുള്ളൊരു പരിഹാര മാർഗ്ഗമാണ്. അങ്ങനെ സമാധാനിക്കാമല്ലോ. അരി കിട്ടിയില്ലെങ്കിൽ എന്താ, ഞാൻ 10,000 കൊടുക്കണ്ടല്ലോ. ആ രൂപത്തിലുള്ള ഒരു പരിഹാര മാർഗ്ഗം, ഒരു റെമഡിയാണ് റെസിഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ക്വാണ്ടം മെറിറ്റ്. വാട്ട് ഈസ് ക്വാണ്ടം മെറിറ്റ്? The term quantum merit means in proportion to work done, as much as earned എന്നൊക്കെ പറയാം. ചെയ്തത് അത്രയും, അങ്ങനെ ഉണ്ടാവുമല്ലോ. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കരാറുണ്ടാക്കിയ വകയിൽ ചില നേട്ടങ്ങളുണ്ടാവും. അപ്പോൾ എത്ര നേട്ടങ്ങൾ കിട്ടിയോ അത്രയും തിരിച്ചു ചെയ്തു കൊടുക്കുക. കരാർ ലംഘനം നടന്നു കഴിഞ്ഞാൽ ചെയ്തതത്രയും തിരിച്ചു ചെയ്തു കൊടുക്കുന്നതിനാണ് ക്വാണ്ടം മെറിറ്റ്, ഇൻ പ്രപ്പോർഷൻ ടു വർക്ക് ഡൺ, ആസ് മച്ച് ആസ് ഏൺഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്ച്വൽ റെമഡി. ഒരു കോൺട്രാക്ച്വൽ റെമഡി അല്ല ഇത്. റെമ്യൂണറേഷൻ ടു വർക്ക് ഡൺ ആൻഡ് ഡാമേജസ് ഫോർ വർക്ക് ടു ബി പെർഫോംഡ്, ഇതൊക്കെയാണ്. ചെയ്തതിനത്രയും പാരിതോഷികം കൊടുക്കുക. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കരാറുണ്ടാക്കിയ വകയിൽ വല്ല നേട്ടങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും നഷ്ടം അതർ പാർട്ടിക്ക് നികത്തി കൊടുക്കുക. ഓക്കെ, മറ്റുള്ളവൻ്റെ ചെലവിൽ ആരും ഗുണം അനുഭവിക്കേണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നിയമം അനുശാസിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നേട്ടങ്ങൾ കരാറുണ്ടാക്കിയ വകയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും തിരിച്ചു ചെയ്തു കൊടുക്കേണ്ടതാണ് കരാർ ലംഘനം നടന്നു കഴിഞ്ഞാൽ. അതിനെയാണ് ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്നത്. ചെയ്തത് അത്രയും, ഓർമ്മിക്കേണ്ട വാക്ക് ഇൻ പ്രപ്പോർഷൻ ടു വർക്ക് ഡൺ അല്ലെങ്കിൽ ആസ് മച്ച് ആസ് ഏൺഡ് എന്നൊക്കെ. ഓക്കെ, ഇതാണ് ക്വാണ്ടം മെറിറ്റ്, മറ്റൊരു പരിഹാര മാർഗ്ഗമാണ്. മൂന്നാമത്തതാണ് സ്പെസിഫിക് പെർഫോമൻസ്. കോടതി പുറപ്പെടുവിക്കുന്ന ഒരു ഉത്തരവാണ് ഈ സ്പെസിഫിക് പെർഫോമൻസ്. ഓക്കെ, എന്താണ് സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എൻ ഓർഡർ ഓഫ് ദ കോർട്ട് ഡയറക്റ്റിംഗ് ദ പാർട്ടി ഹൂ കമ്മിറ്റ്സ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ടു ഡു വാട്ട് ഹി ഹാസ് പ്രോമിസ്ഡ് അണ്ടർ ദ കോൺട്രാക്ട്. കരാർ ലംഘിച്ച ആളെ, കരാർ ആരാണോ ലംഘിക്കുന്നത് അദ്ദേഹത്തിനെതിരെ കോടതി പുറപ്പെടുവിക്കുന്ന ഒരു ഓർഡറാണ് സ്പെസിഫിക് പെർഫോമൻസ്. നിങ്ങൾ എന്താണോ കരാറിൽ ചെയ്യാമെന്നേറ്റത്
അതർ പാർട്ടിക്ക് കിട്ടേണ്ട കൺസിഡറേഷൻ എന്താണോ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഒരു ഓർഡറാണ് സ്പെസിഫിക് പെർഫോമൻസ്. ജനറലി സ്പെസിഫിക് പെർഫോമൻസ് വിൽ നോട്ട് ബി ഓർഡേർഡ് ഇൻ സം കേസസ്. നമ്മൾ ഇനി പറയാൻ പോകുന്ന ചില കേസുകളുണ്ട്. ആ കേസുകളിൽ സ്പെസിഫിക് പെർഫോമൻസ് എന്നുള്ള ഒരു ഓർഡർ കോടതി പുറപ്പെടുവിക്കാറില്ല. വെൻ മോണിറ്ററി കോമ്പൻസേഷൻ ഈസ് ആൻ ആഡിക്വേറ്റ് റെമഡി, പണരൂപത്തിൽ തീർക്കാൻ പറ്റുന്ന കേസാണെങ്കിൽ കോടതി സ്പെസിഫിക് പെർഫോമൻസിന് നിർദ്ദേശിക്കാറില്ല. പണം കൊണ്ട് തീർക്കാൻ പറ്റുന്ന കേസുകളുണ്ടാവുമല്ലോ. ഓക്കെ, ചില കാര്യങ്ങൾ പണത്തിൻ്റെ മുകളിൽ തീർക്കാൻ പറ്റില്ല, ചില നഷ്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ. ആ രൂപത്തിലുള്ള സമയങ്ങളിലാണ് കോടതി സ്പെസിഫിക് പെർഫോമൻസിന് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതേപോലെ വെൻ കോൺട്രാക്റ്റ് ഈസ് ഓഫ് എ പേഴ്സണൽ നാച്ചറുള്ള കരാറാണെങ്കിലും സ്പെസിഫിക് പെർഫോമൻസിന് പറയപ്പെടാറില്ല. ഓക്കെ, വെൻ വൺ ഓഫ് ദ പാർട്ടീസ് ഈസ് എ മൈനർ, കരാറിലെ ഒരു പാർട്ടി മൈനറാണെങ്കിലും അവിടെ സ്പെസിഫിക് പെർഫോമൻസിന് കോടതി പറയാറില്ല. വെൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ദ കോർട്ട് ടു സൂപ്പർവൈസ് പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്റ്റ്, കരാർ നിർവഹണത്തെ കോടതിക്ക് നിരീക്ഷിക്കാൻ കഴിയില്ലെങ്കിലും കോടതി സ്പെസിഫിക് പെർഫോമൻസിന് ആവശ്യപ്പെടാറില്ല. കോടതിക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കണം. ഓക്കെ, അതേപോലെ വെൻ ദ കോൺട്രാക്റ്റ് ഈസ് അൺസെർട്ടൈൻ, ആവണം, കരാറ് സെർട്ടൈൻ ആവണം, എന്നാൽ മാത്രമേ കോടതി സ്പെസിഫിക് പെർഫോമൻസിന് പറയപ്പെടാറുള്ളൂ. അൺസെർട്ടൈൻ ആണെങ്കിൽ കോടതി സ്പെസിഫിക് പെർഫോമൻസ് എന്നുള്ള ഒരു പരിഹാര മാർഗവുമായി മുന്നോട്ട് പോകാറില്ല. ഓക്കെ, ദീസ് ആർ ദ സം സർക്കംസ്റ്റൻസസ് ഇൻ വിച്ച് സ്പെസിഫിക് പെർഫോമൻസ് വിൽ നോട്ട് ബി ഓർഡേർഡ് ബൈ ദ കോർട്ട്. അപ്പോൾ എന്താണ് സ്പെസിഫിക് പെർഫോമൻസ്? കോടതി പുറപ്പെടുവിക്കുന്ന ഒരു ഉത്തരവാണ്. കരാർ ലംഘനം നടത്തിയ ആളോട് അവരെന്താണോ ചെയ്യാമെന്നേറ്റത് ആ കാര്യം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഒരു ഓർഡറാണ് സ്പെസിഫിക് പെർഫോമൻസ്. അതും ഒരു റെമഡിയാണ്. അതേപോലെ മറ്റൊരു പരിഹാര മാർഗമാണ് ഇഞ്ചങ്ഷനും കോടതി പുറപ്പെടുവിക്കുന്ന ഒരു ഓർഡർ തന്നെയാണ്. എന്നാൽ സ്പെസിഫിക് പെർഫോമൻസുമായിട്ട് മാറാൻ പാടില്ല. ഇവിടെ ഇഞ്ചങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഓർഡർ ഓഫ് ദ കോർട്ട് ഡയറക്റ്റിംഗ് ദ പാർട്ടി ഹൂ കമ്മിറ്റ്സ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. അതൊക്കെ സെയിമാണ്. അതുവരെ നമ്മൾ സ്പെസിഫിക് പെർഫോമൻസിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്നാൽ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഐദർ ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ്. ഒരു കാര്യം ചെയ്യുക അല്ലെ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോടതിയുടെ ഒരു ഓർഡറാണ് ഇഞ്ചങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂഷ്വലി ഗിവൺ ഇൻ കേസസ് ഓഫ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ബ്രീച്ച് രണ്ട് തരത്തിലാവാം. ആക്ച്വൽ ബ്രീച്ചും ആവാം, ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചും ആവാം. അപ്പോൾ ഈ ഒരു ഉത്തരവ് കോടതി പുറപ്പെടുവിക്കാറുള്ളത് ഏത് കേസിലാണ്? ജനറലി പൊതുവെ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചിൻ്റെ കാര്യത്തിലാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊതുവെ അങ്ങനെയാണ്. ഒരു നെഗറ്റീവ് രൂപത്തിലുള്ള ഒരു ഉത്തരവാണ് ഇഞ്ചങ്ഷൻ. നിങ്ങളങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ ചെയ്യണം എന്നും ആവാം. എന്നാൽ സ്പെസിഫിക് പെർഫോമൻസ് എന്താ? കരാർ സമയത്ത് എന്താണോ പറഞ്ഞത് അതിൻ്റെ പെർഫോമൻസ് അത് ചെയ്യാന്നുള്ളതാണ്. അത് തന്നെ എല്ലാ സമയത്തും കോടതിക്ക് ആവശ്യപ്പെടാൻ കഴിയില്ല. എന്നാൽ ഇഞ്ചങ്ഷനും സ്പെസിഫിക് പെർഫോമൻസും തമ്മിൽ മാറ്റം ഉണ്ടാവാൻ പാടില്ല. ഇഞ്ചങ്ഷൻ എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്ന രൂപത്തിലുള്ള ഒരു ഉത്തരവാണ്, കോടതിയുടെ ഒരു ഓർഡറാണ്. അഗ്രീവ്ഡ് പാർട്ടിക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ള നിലക്ക് ആരോട്? വൺ ഹൂ കമ്മിറ്റ്സ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. കരാർ ലംഘിക്കുന്ന വ്യക്തിക്കെതിരെ കോടതി പുറപ്പെടുവിക്കുന്ന ഒരു ഓർഡറാണ് ഇഞ്ചങ്ഷൻ. ഓക്കെ, മറ്റൊരു പരിഹാര മാർഗമാണ് ഡാമേജസ്. ദ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ അവാർഡഡ് ടു ദ അഗ്രീവ്ഡ് പാർട്ടി ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഈസ് കോൾഡ് ഡാമേജസ്.
നഷ്ടപരിഹാരം കൊടുക്കുക. ഡാമേജ് ഒരു എമൗണ്ട് രൂപത്തിൽ കോമ്പൻസേഷൻ കൊടുക്കുന്നു. അതിനെയാണ് ഡാമേജ് എന്ന് പറയുന്നത്. അഗ്രീവ്ഡ് പാർട്ടിക്ക്, നഷ്ടം സംഭവിച്ച ആൾ, അദ്ദേഹത്തിന് കോമ്പൻസേഷൻ കൊടുക്കുന്നു. അതിനെയാണ് ഡാമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കരാറിൽ ഏർപ്പെടുന്നതിന് മുമ്പേ അദ്ദേഹം ഏതവസ്ഥയിലാണോ അതേ അവസ്ഥയിലേക്ക് അഗ്രീവ്ഡ് പാർട്ടിയെ കൊണ്ടുവരിക. അല്ലെങ്കിൽ കരാറിൻ്റെ നിർവഹണം യാതൊരു പോറലുമില്ലാതെ കരാർ കൃത്യമായി പറഞ്ഞതുപോലെ നിർവഹിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നോ ആ രൂപത്തിലേക്ക് അയാളെ കൊണ്ടുവരിക. ഇങ്ങനെ വല്ല ഉദ്ദേശവും വെച്ചുകൊണ്ടാണ് ഡാമേജ് എന്നുള്ള ഒരു പരിഹാര മാർഗം നിയമത്തിൽ ഫിക്സ് ചെയ്യപ്പെട്ടത്. ഈ ഡാമേജ് എന്ന് പറയുന്നത് പല രൂപത്തിലുണ്ട്. അത് കോമ്പൻസേറ്ററി ഓർ ഓർഡിനറി ഡാമേജ് ആവാം, അല്ലെങ്കിൽ നോമിനൽ ഡാമേജ് ആവാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ഡാമേജ് ആവാം, അല്ല എങ്കിൽ എക്സംപ്ലറി ഓർ വിൻഡിക്റ്റീവ് ഓർ പ്യൂനിറ്റീവ് ഡാമേജ് ആവാം. ഇങ്ങനെ 4 തരത്തിലുള്ള ഡാമേജുകളാണുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, കോമ്പൻസേറ്ററി ഓർ ഓർഡിനറി ഡാമേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ലോസ് സഫേർഡ് ബൈ ദ അഗ്രീവ്ഡ് പാർട്ടി, അത് മേക്കപ്പ് ആക്കി കൊടുക്കുക. മേക്കിംഗ് അപ്പ് ദ ആക്ച്വൽ ലോസ് സഫേർഡ് ബൈ ദ അഗ്രീവ്ഡ് പാർട്ടി. ശരിക്ക് എഴുതി കണക്ക് കൂട്ടി വന്നതും പോയതും കരാറുണ്ടാക്കിയ വകയിൽ ഒരുപാട് ചിലവുകൾ ഉണ്ടാവുമല്ലോ. ചെറുതും വലുതുമായ എല്ലാ ചിലവുകളും എഴുതി കൂട്ടി കൃത്യമായി ടോട്ടൽ ചെയ്ത് അത്രയും തുക നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നിയമം അതിനിട്ട പേരാണ് കോമ്പൻസേറ്ററി ഓർ ഓർഡിനറി ഡാമേജസ്. ഇവിടെ ഓർമ്മിക്കേണ്ട വാക്കെന്താണ്? ആക്ച്വൽ ലോസ്. ഇവിടെ ആക്ച്വൽ ലോസാണ് മേക്കപ്പ് ആക്കി കൊടുക്കുന്നത്. എന്നാൽ രണ്ടാമത്തത് നോമിനൽ ഡാമേജസ്. നോമിനൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ ഒരു തുക ഫിക്സ് ചെയ്യുന്നു, 10,000 റുപ്പീസ്. കണക്കൊന്നും കൂട്ടുന്നില്ല, ഇത്രയും നമുക്ക് തീർക്കാം. ഏതായാലും കരാർ ലംഘനം നടന്നല്ലോ, ഒരു 10,000 റുപ്പീസ് നിങ്ങൾക്കങ്ങ് തരാം. ആ രൂപത്തിൽ മധ്യസ്ഥത്തിലൂടെയോ അല്ലാതെയോ ഒരു തീരുമാനത്തിലെത്തുമ്പോൾ അങ്ങനെയുള്ളൊരു നഷ്ടപരിഹാരം ഫിക്സ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോമിനൽ ഡാമേജ്. നോമിനൽ ഡാമേജസ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി മറ്റൊരു തരത്തിലുള്ള ഡാമേജാണ് സ്പെഷ്യൽ ഡാമേജ്. സ്പെഷ്യൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ not only for the actual loss but also for loss of profit. Actual loss plus loss of profit, അങ്ങനെ കൂട്ടി വായിക്കണം. ആക്ച്വൽ ലോസ് പ്ലസ് ലോസ് ഓഫ് പ്രോഫിറ്റ്. നമ്മൾ നേരത്തെ ഓർഡിനറി ഡാമേജിൻ്റെ കാര്യത്തിൽ പറഞ്ഞൊരു ആക്ച്വൽ ലോസ് ഉണ്ടല്ലോ, ചെറുതും വലുതുമായ എല്ലാം കൂട്ടി കൃത്യമായ ചിലവ്, അഗ്രീവ്ഡ് പാർട്ടിക്ക് വന്ന ആ ചിലവുണ്ടല്ലോ, ആ ചിലവ് അതിൻ്റെ കൂടെ പ്ലസ് ലോസ് ഓഫ് പ്രോഫിറ്റ്. ഈ കരാറുണ്ടാക്കിയ വകയിൽ ചില നഷ്ടങ്ങളൊക്കെ ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഉണ്ടാവില്ലേ? ചില ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകളും ഒക്കെ ലോസ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും. അത്തരം ലോസ് ഓഫ് പ്രോഫിറ്റ് അതും ഒന്ന് കണക്ക് കൂട്ടിയിട്ട് ഈ ആക്ച്വൽ ലോസിൻ്റെ കൂടെ പ്ലസ് ചെയ്തിട്ട് വാങ്ങിക്കുന്നതിനെയാണ് സ്പെഷ്യൽ ഡാമേജ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ സ്പെഷ്യൽ ഡാമേജ് കിട്ടണമെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓപ്പോസിറ്റ് പാർട്ടി അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ദ കോൺട്രാക്റ്റ്. കരാർ ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടിട്ടോ എന്ന് അയാളോട് പറയണം. അതായത് നിങ്ങൾ 15-ാം തീയതി ആകുമ്പോഴേക്ക് ഇത്ര യൂണിറ്റ് സപ്ലൈ ചെയ്യണം, റോ മെറ്റീരിയൽ കൊണ്ടുവരണം എന്നാണ് കരാറിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ സമയത്ത് പറയണം, നിങ്ങൾ 15-ാം തീയതി എത്തിയില്ലെങ്കിൽ, ഒരു ദിവസം ലേറ്റായി കഴിഞ്ഞാൽ ഇന്ന ഓർഡറൊക്കെ എൻ്റെ പെൻഡിങ്ങിൽ വരും, അപ്പോൾ ഇന്ന നഷ്ടങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവും എന്നൊക്കെ പ്രൊഡ്യൂസർ സപ്ലയറോട് പറയണം കരാർ ഉണ്ടാക്കുന്ന സമയത്ത്. എന്നാൽ മാത്രമേ സ്പെഷ്യൽ ഡാമേജിന് അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് സ്പെഷ്യൽ ഡാമേജ്. അവിടെ നിങ്ങൾ അടിവരയിട്ട് ഓർമ്മിക്കേണ്ടത് ആക്ച്വൽ ലോസ് പ്ലസ് ലോസ് ഓഫ് പ്രോഫിറ്റ്. ആക്ച്വൽ ലോസ് പ്ലസ് ലോസ് ഓഫ് പ്രോഫിറ്റ്. ആക്ച്വൽ ലോസിൻ്റെ കൂടെ ലോസ് ഓഫ് പ്രോഫിറ്റും ചേരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് എക്സംപ്ലറി, വിൻഡിക്റ്റീവ് ഓർ പ്യൂനിറ്റീവ് ഡാമേജ്.
ഒറ്റ സാധനം കേട്ടോ, എല്ലാം കൂടെ. എക്സംപ്ലറി ഡാമേജ്, അല്ലെങ്കിൽ വിൻഡിക്റ്റീവ് ഡാമേജ്, അല്ലെങ്കിൽ പ്യൂണിറ്റീവ് ഡാമേജ്, എല്ലാം ഒന്ന് തന്നെയാണ്. ഇതൊരു പ്രത്യേക തരത്തിലുള്ളൊരു ഡാമേജാണ്. വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടൊക്കെ കോടതി വിധിക്കുന്ന ഒരു നഷ്ടപരിഹാരമാണ് എക്സംപ്ലറി, വിൻഡിക്റ്റീവ്, പ്യൂണിറ്റീവ് എന്നൊക്കെ. ഒരു പണിഷ്മെൻറ്റിൻ്റെ ഭാഗം. ഓക്കെ. കോമ്പൻസേഷൻ എന്നത് മാത്രമല്ല, നോട്ട് ഓൺലി കോമ്പൻസേഷൻ ബട്ട് ഓൾസോ പണിഷ്മെൻറ്റ്. ദ പാർട്ടി ഗിൽറ്റി ഓഫ് ബ്രീച്ച്, കരാർ ലംഘനം നടത്തിയ ആളെ ഒന്ന് പണിഷ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഇവിടെ വെക്കുന്നുണ്ട്. ആ രൂപത്തിലുള്ള ഒരു ഡാമേജാണ് ഏത് എക്സംപ്ലറി, പ്യൂണിറ്റീവ്, വിൻഡിക്റ്റീവ് എന്നൊക്കെ പറയുന്നത്. ഇത് പൊതുവേ 2 കേസുകളിലാണ് ഉണ്ടാവാറ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻ കണക്ഷൻ വിത്ത് മാരേജുമായി ബന്ധപ്പെട്ട ചില കരാറുകൾ ലംഘിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ ലോൻ്റെ ഒരു പ്രത്യേകതയാണത്. ഇന്ത്യൻ ലോ വിവാഹത്തിന് വളരെ മഹത്വം കൽപ്പിക്കുന്ന ഒരു നിയമ സംഹിതയാണ്. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ആ നഷ്ടങ്ങൾ, അത് വലിയ നഷ്ടമാണല്ലോ. കല്യാണത്തിൽ നിന്നൊക്കെ പിന്മാറുമ്പോൾ അത് വലിയ മാനഹാനികളും അതേപോലെ ഒരുപാട് മനഃപ്രയാസങ്ങളും അനുബന്ധ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു കാര്യമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു നഷ്ടപരിഹാരമാണ് എക്സംപ്ലറി, വിൻഡിക്റ്റീവ് എന്നൊക്കെ പറയുന്നത്. ഒരു പണിഷ്മെൻറ്റ്, ഇനി മേലാൽ ആവർത്തിക്കരുത് എന്നുള്ള രൂപത്തിലുള്ള ഒരു നഷ്ടപരിഹാരം കൂടെ വാങ്ങും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പിന്മാറിയാൽ ആ കല്യാണ ചെലവിൻ്റെ കൂടെ പ്ലസ് കോമ്പൻസേഷൻ്റെ കൂടെ ഇങ്ങനെയുള്ളൊരു പണിഷ്മെൻ്റ് എന്ന നിലക്ക് ഒരു എക്സ്ട്രാ തുക കൂടെ വാങ്ങിക്കുന്നു. അതാണ് ഇത്തരത്തിലുള്ള ഡാമേജ്. മറ്റൊരു കേസ്, ബാങ്കേഴ്സിനെതിരെയും ഈ ഒരു ഡാമേജ് വിധിക്കപ്പെടാറുണ്ട്. എങ്ങനെയുള്ള ബാങ്കേഴ്സാണ്? ഹൂ റെഫ്യൂസസ് ടു പേ ട്രേഡേഴ്സ് ചെക്ക് വെൻ ദർ ആർ സഫിഷ്യൻറ്റ് ഫണ്ട്സ് ഓഫ് ദ ട്രേഡേഴ്സ് ഇൻ ദ ബാങ്ക്. ബാങ്കിൽ കൃത്യമായിട്ട് പൈസ ഒക്കെ ഉണ്ട്, അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്, ട്രേഡേഴ്സ് ചെക്ക്. അപ്പോൾ എന്നിട്ട് ബാങ്കർ ചെക്ക് എൻകാഷ് ചെയ്യാതെ മടക്കി. അക്കൗണ്ടിൽ എമൗണ്ടൊക്കെ കൃത്യമാണ്, പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ബാങ്കർ മടക്കി കഴിഞ്ഞാൽ ബാങ്കർക്കെതിരെയും ഒരു പണിഷ്മെൻ്റ് എന്ന നിലക്ക് കോടതി ഈ ഒരു ഡാമേജ് ചാർത്താറുണ്ട്. അപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്താണ് എക്സംപ്ലറി, വിൻഡിക്റ്റീവ്, പ്യൂണിറ്റീവ് ഡാമേജ് എന്നുള്ളത്. ഓർമ്മിക്കേണ്ടത് കോമ്പൻസേഷൻ്റെ കൂടെ നോട്ട് ഓൺലി കോമ്പൻസേഷൻ ബട്ട് ഓൾസോ പണിഷ്മെൻറ്റ്, ഒരു പണിഷ്മെൻറ്റ് കൂടെ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത്തരം ഡാമേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സംപ്ലറി, വിൻഡിക്റ്റീവ്, പ്യൂണിറ്റീവ്. ഓക്കെ, ദീസ് ആർ ദ വേരിയസ് ഡാമേജസ് ഓഫൺ ചാർജ്ഡ് ബൈ ദ കോർട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് റെമഡീസാണ്, പരിഹാര മാർഗങ്ങളെക്കുറിച്ചാണ്. കരാർ ലംഘനം നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പരിഹാര മാർഗങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. റിസിഷനാണ് ഫസ്റ്റ് പറഞ്ഞത്, അതൊരു ഓട്ടോമാറ്റിക്കാണ്. ഒരാൾ കരാറിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ മറ്റേയാളും ഓട്ടോമാറ്റിക്കായിട്ട് തൻ്റെ ബാധ്യതകളിൽ നിന്നൊക്കെ ഒഴിവാകുന്നു. ദാറ്റ് ഈസ് റിസിഷൻ. പിന്നെ ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്തതത്രയും, ആസ് മച്ച് ആസ് ഏൺഡ് ഇൻ പ്രൊപ്പോർഷൻ ടു വർക്ക് ഡൺ എന്നൊക്കെ പറയാം. ഓക്കെ, ചെയ്തതത്രയും തിരിച്ച് ചെയ്ത് കൊടുക്കുക. മറ്റൊന്നാണ് സ്പെസിഫിക് പെർഫോമൻസ്. കോടതി ഇടപെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഒരു ഉത്തരവാണ് സ്പെസിഫിക് പെർഫോമൻസ്. അത് എന്താണോ ചെയ്യാമെന്നേറ്റത് അത് തന്നെ ചെയ്തു കൊടുക്കുക ആ രൂപത്തിൽ. എന്നാൽ എല്ലാ കേസിലും കോടതിക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ല. ഏതൊക്കെയാണ് കേസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ മറ്റൊന്നാണ് ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. ഇൻജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോടതി ഉത്തരവ് തന്നെയാണ്. ഇവിടെ പലപ്പോഴും ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചിൻ്റെ കേസിലാണ് ഇത് സംഭവിക്കാറ്. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കൂടുതൽ മുൻഗണന. നേരത്തെ നമ്മൾ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്, പറഞ്ഞ കാര്യം അത് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ചെയ്യുക എന്ന രൂപത്തിലാണ്. അതാണ് വ്യത്യാസം. സെൻറ്റൻസ് കൃത്യമായിട്ട് ഓർമ്മിക്കണം. വൺ വേർഡിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇൻജങ്ഷനും സ്പെസിഫിക് പെർഫോമൻസും മാറിപ്പോവാൻ പാടില്ല. അതേപോലെ ഡാമേജസ് എന്നതും മറ്റൊരു പരിഹാര മാർഗ്ഗമാണ്. പലതരം ഡാമേജുകളുണ്ട്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡാമേജുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളുണ്ട്, റൂൾസ് റിഗാർഡിംഗ് ഡാമേജസ്.
Okay friends, let us see again with the next topic in next video. നമുക്ക് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ കഴിയാൻ വേണ്ടി 2 ക്ലാസ്സുകളെ ബാക്കിയുള്ളൂ. ഓക്കെ, 2 ക്ലാസ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ കഴിയും. അതോടെ നമ്മൾ കോൺട്രാക്റ്റ് ആക്ടിനെയാണ്, ആക്ട് കഴിഞ്ഞിട്ടില്ല, കോൺട്രാക്റ്റ് ആക്ടിലെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ് ഇപ്പോൾ കഴിഞ്ഞത്. അതിൻ്റെ മറ്റ് ചില സ്പെഷ്യൽ കോൺട്രാക്റ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും ചർച്ചകൾ തുടരാം. ഇന്നത്തെ ടോപ്പിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു എസ്സേ ക്വസ്റ്റ്യനാണ്, അതും കൂടെ ഓർമ്മിക്കുക. ലെറ്റ് us see again with another topic. കാണും വരേക്കും താങ്ക്സ്.